തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നതിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ വീണ്ടും രംഗത്ത്. തുഷാർ മത്സരിക്കേണ്ടെന്നാണ് തന്റെ നിലപാടെന്ന് വെള്ളാപ്പള്ളി ആവർത്തിച്ചു. മത്സരിക്കുകയാണെങ്കിൽ SNDP ഭാരവാഹിത്വം രാജിവെക്കണമെന്നും വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ പറഞ്ഞു. ഔദ്യോഗിക ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ദേവസ്വം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഉൾപ്പെടെയുള്ളവർ. ഈ ബാക്കിയുള്ളവർ SNDP യോഗത്തിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അവരെവിടെയെങ്കിലുമൊക്കെ നിൽക്കട്ടെ. മത്സരിക്കാതിരിക്കുന്നത് നന്നായിരിക്കും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ ആർക്കെങ്കിലും നിൽക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അവർ ഇതിനകത്ത് നിന്ന് ഒരു രാജ്യം തന്നിട്ട് നിൽക്കുന്നതാണ് സംഘടനയ്ക്ക് അഭികാമ്യമെന്ന് എൻ്റെ സ്വന്തം നിലയിൽ അഭിപ്രായം ഞാൻ പറഞ്ഞു. ആ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളതല്ലാതെ ആരെയും മോശമാക്കാനില്ല. TG സജിത്ത് ചേരുന്നു തിരുവനന്തപുരം. സജിത്ത്, ഒടുവിൽ BDJS അധ്യക്ഷന്റെ സീറ്റ് മോഹം അല്ലെങ്കിൽ മത്സരിക്കാനുള്ള ആഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നെ ആകും ഒരുപക്ഷെ BJPയുടെ സീറ്റ് നിർണ്ണയത്തിലേക്ക് കാര്യങ്ങൾ പോകുക. തൃശ്ശൂരിലാണ് അദ്ദേഹത്തിന് സീറ്റ് ഉറപ്പിച്ചിരുന്നത്. അവിടെ K. സുരേന്ദ്രൻ മത്സരിക്കാൻ അദ്ദേഹത്തിന് വേറെ സീറ്റ് കണ്ടെത്തേണ്ടി വരും തൃശ്ശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയാണെങ്കിൽ. അത്തരത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് BJPയിലെ സീറ്റ് നിർണ്ണയവും. എന്താണ് അവിടുത്തെ ചർച്ചകൾ? ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? എപ്പോഴേക്കുണ്ടാകും അന്തിമമായ ഒരു പട്ടിക? BJPയുടെ പട്ടിക പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്നതാണ് BJP കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ BDJSലെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിൽ നിലനിൽക്കുന്ന ആശങ്ക BJPയുടെ അന്തിമ പ്രഖ്യാപനത്തിന് വെല്ലുവിളി ഉണ്ടായിരുന്നു. ആവർത്തിച്ച് മത്സരിക്കാനില്ല എന്ന് തുഷാർ വെള്ളാപ്പള്ളി പലവട്ടം വ്യക്തമാക്കിയെങ്കിലും BJP നേതൃത്വം തുഷാർ വെള്ളാപ്പള്ളി മത്സരരംഗത്തുണ്ടാകണം എന്ന നിലപാടെടുത്തു. ആ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയാണ് BJP വിജയപ്രതീക്ഷ പുലർത്തുന്ന അല്ലെങ്കിൽ മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്ന തൃശൂർ സീറ്റ് മാറ്റിവെക്കുന്നതും. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചില്ലെങ്കിൽ അത് സംസ്ഥാന NDA ഘടകത്തിൽ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം BDJSനകത്ത് തന്നെ തുഷാർ വെള്ളാപ്പള്ളി മാറി നിൽക്കുന്നതിൽ വലിയ അതൃപ്തിയുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന BJP നേതൃത്വത്തിനും തുഷാർ വെള്ളാപ്പള്ളി മത്സര രംഗത്ത് നിന്ന് മാറുന്നതിനെതിരെ വലിയ എതിർപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് തുഷാർ വെള്ളാപ്പള്ളി ഈ സമ്മർദ്ദങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് മത്സരിക്കാൻ രംഗത്ത് വരുന്നത്. ഡൽഹിയിലുള്ള തുഷാർ വെള്ളാപ്പള്ളി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തുഷാർ മത്സരിക്കുകയാണെങ്കിൽ അത് തൃശ്ശൂരാവാനുള്ള സാധ്യത ഏറെയുണ്ട്. പക്ഷേ അവസാന നിമിഷം നേരിയ ചില മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തുഷാർ വെള്ളാപ്പള്ളി തൃശൂർ സീറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും K. സുരേന്ദ്രൻ മത്സരരംഗത്ത് തന്നെ ഉണ്ടാവാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം പത്തനംതിട്ടയോ തൃശ്ശൂരോ ഇല്ലെങ്കിൽ സുരേന്ദ്രൻ മത്സരിക്കാനില്ല എന്നൊരു നിലപാടും പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പത്തനംതിട്ടയിലേക്ക് മറ്റ് രണ്ട് പ്രമുഖർ സീറ്റ് മോഹികളായ രംഗത്തുണ്ട്. അതിലൊന്ന് PS ശ്രീധരൻപിള്ളയും മറ്റൊന്ന് MD രമേശുമാണ്. ഈ രണ്ടുപേരെയും മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ K. സുരേന്ദ്രനെ മത്സരിക്കാൻ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുമോ? ഇക്കാര്യങ്ങളിലൊക്കെയാണ് ഇനി അറിയേണ്ടത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടങ്ങളിൽ നിന്നും പ്രാദേശിക നേതൃത്വം K. സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചേക്കുന്നത്. തൃശ്ശൂരും പത്തനംതിട്ടയിലും K. സുരേന്ദ്രന്റെ പേരിനാണ് കൂടുതൽ പ്രാമുഖ്യം കിട്ടിയത്. അതുകൊണ്ട് തന്നെ K. സുരേന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവസാന നിമിഷം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനമാക്കി ഒരുപക്ഷെ സുരേന്ദ്രൻ മത്സരരംഗത്ത് മാറി നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. തനിക്ക് പരാതിയില്ല, പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കാം എന്നതാണ് K. സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ പാർട്ടിയോട് നിലപാട് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ദേശീയ നേതൃത്വം ഒരുപക്ഷെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ശക്തമായൊരു നിലപാട് സ്വീകരിച്ചെങ്കിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായേക്കാം. TG സജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.